നഷ്ടപ്പെട്ട ആ സ്ഥാനത്തേക്ക് യേശു നിങ്ങളെ തിരികെ വരുത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി അതെ നഷ്ടപ്പെട്ടവരായി സങ്കടത്തോടും നിരാശയോടും വേദനയോടും അത് വല്ലാത്തൊരവസ്ഥയാണല്ലേ. ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. ഇല്ലാതിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. കിട്ടിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. എന്നാൽ ചിലതുണ്ടായിരുന്നു അല്ലേ സഹോദര, നല്ല ജോലി ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇല്ല, അത് വലിയ സങ്കടമാണ്. നിങ്ങളിങ്ങനെ കേട്ടിട്ടില്ലേ, ജോലി ഇല്ലായിരുന്നപ്പോൾ ഇത്രമാത്രം കടവും പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ജോലി കിട്ടിയപ്പോഴാണ് കടം കൂടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബാധ്യതകൾ ഒത്തിരി ഉണ്ടാകുന്നത്. കാരണം ഒരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാകുവാനായിട്ട് തുടങ്ങും. കണ്ട സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ ഇറങ്ങും. അപ്പോൾ ഒത്തിരി ബാധ്യതകൾ, ആവശ്യങ്ങളൊക്കെ വരും. അങ്ങനെ അയ്യോ സങ്കടമല്ലേ. ആ നഷ്ടപ്പെടലുണ്ടല്ലോ സഹോദരി. ഭർത്താവ് വെറും പേരിനൊരു ഭർത്താവല്ല, നിന്നെ സ്നേഹിക്കുന്ന, നീ സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടന്ന നിൻ്റെ കുടുംബജീവിതം അത് നഷ്ടപ്പെട്ടു പോയി. ഭാര്യ എന്ന പദവി നഷ്ടപ്പെട്ടു പോയി അല്ലേ, അതൊരു വല്ലാത്ത വേദനയാണ്. ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിനായി കാതോർത്തിരിക്കുക ആണേ. അവരെനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ, അവരൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ, അവരുടെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ, എവിടെ അങ്ങനെയൊന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല അല്ലേ സഹോദര. ഭർത്താവ് എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോയി, അത് വല്ലാത്തൊരു സങ്കടം. മാതാപിതാക്കൾ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് നടക്കാൻ കഴിയാതിരുന്ന സമയത്തൊക്കെ നമ്മെ ചേർത്ത് പിടിച്ചു. അവരെത്തേണ്ട സ്ഥാനം വരെ നമ്മെ ചവിട്ടുപടിയാക്കി അവർ കയറിപ്പോയി. പക്ഷേ അവർ ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിയപ്പോൾ ഇപ്പോൾ അപ്പനും അമ്മയും അവർക്കൊരു ബാധ്യതയാണ് അല്ലേ. അത് വല്ലാത്ത സങ്കടമല്ലേ. ഒന്നും വേണ്ട, അവരൊന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട. എൻ്റെ ജീവിതം തന്നെ കഷ്ടപ്പാടിൻ്റെ ജീവിതമാണ്. ഇങ്ങനെ ഭാരം വലിച്ച് എനിക്ക് കർത്താവ് ആരോഗ്യം തന്നാൽ മതി. എങ്കിലും അവരുടെ ഒരു വാക്ക്, അവർ പഴയതുപോലെ സ്നേഹത്തോടെ ഒന്ന് അപ്പ എന്ന് വിളിക്കാൻ, ഒന്ന് അമ്മ എന്ന് വിളിക്കാൻ, നീ കരയുക. ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ പേരിന് ആ സ്ഥാനമുണ്ട്, അപ്പനെന്ന സ്ഥാനമുണ്ട്, അമ്മയെന്ന സ്ഥാനമുണ്ട്. പക്ഷേ ആ സ്ഥാനത്തിലൂടെ നിനക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയി. ശുശ്രൂഷക അല്ലേ, കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പോൾ പേര് മാത്രമേ ഉള്ളൂ, ആ സ്ഥാനം നഷ്ടപ്പെട്ടു. പലരുടെ ഹൃദയത്തിൽ നിന്ന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരുടെ, ബന്ധുക്കളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലേ മക്കളെ, കൂടെ ജോലി ചെയ്യുന്നവരുടെ, കൂടെ പഠിച്ചവരുടെ, ഒപ്പമുള്ളവരുടെ, ബന്ധുക്കാരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് ഒന്നും ആകാൻ പറ്റാതായപ്പോൾ ആ സ്ഥാനമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പണ്ടുണ്ടായിരുന്ന ആ സ്ഥാനമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പ്രിയ മകനെന്ന, പ്രിയ മകളെന്ന സ്ഥാനം നഷ്ടപ്പെട്ടവർ, നല്ല കൂട്ടുകാരനെന്ന, കൂട്ടുകാരി എന്ന സ്ഥാനം നഷ്ടപ്പെട്ടവർ, പല പൊസിഷൻസ് നഷ്ടപ്പെട്ടവർ. അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ സന്തോഷിക്കേണ്ട കാര്യമാണ്. വെറുതെ അങ്ങ് സന്തോഷിച്ചാൽ പോരോ, വെറുതെ അങ്ങ് സന്തോഷിച്ചാൽ മതിയോ? അല്ല, അങ്ങനെ വെറുതെ സന്തോഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചേർന്ന് പ്രാർത്ഥിച്ച് അത് പ്രാപിച്ച് നമ്മൾ സന്തോഷിക്കും. അപ്പോൾ നോക്കിയേ, അവിടേക്ക് കർത്താവ് നിന്നെ തിരികെ കൊണ്ടുചെന്ന് അവിടെ ഇരുത്തും. ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ട്, തടസ്സങ്ങളൊക്കെ കർത്താവ് മാറ്റും. വാക്യത്തിലേക്ക്, എസ്തറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ മടങ്ങി വന്നു. മൊർദെഖായി മടങ്ങി വന്നു. ദൈവം അവനെ മടക്കി വരുത്തി. എവിടെ നിന്നാണോ അവൻ്റെ ശത്രു അവനെ ആട്ടി ഓടിച്ചത്, ഏത് പൊസിഷനാണോ അവൻ ഇഷ്ടപ്പെട്ടിരുന്നത്, അവനത് നഷ്ടമായി തീർന്നത്, അവിടേക്ക് ദൈവം അവനെ മടക്കി വരുത്തി. സഹോദര, ഏത് ജോലിയാണോ നഷ്ടപ്പെട്ടത് മുഖാന്തരം നീ ഭാരപ്പെട്ടായിരിക്കുന്നത്, ആ തൊഴിലിലേക്ക് കർത്താവ് നിന്നെ മടക്കി വരുത്തി. ഏത് അവസ്ഥയാണോ വരുമാനമുള്ള, നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുവാൻ കഴിയുന്ന, നീ ആഗ്രഹിക്കുന്നതൊക്കെ നിവർത്തിക്കുവാൻ കഴിയുന്ന, നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് ചെയ്യുവാൻ കഴിയുന്ന ആ പൊസിഷനിലേക്ക്, അവിധത്തിലുള്ള അനുഭവത്തിലേക്ക് എൻ്റെ യേശു നിന്നെ മടക്കി വരുത്തുവാൻ പോകുക. സഹോദരി, ഭാര്യ എന്ന ആ പൊസിഷനിലേക്ക് എൻ്റെ ദൈവം, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എൻ്റെ ദൈവം നിന്നെ മടക്കി വരുത്തുവാൻ പോകുന്നു. അത് തിരികെ കൊണ്ടുവരും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് പറയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ദൈവം തിരികെ കൊണ്ടുവന്ന് ചില ഇടങ്ങളിൽ നിങ്ങളെ ഇരുത്തും. ഇനി നിങ്ങൾ ഇരിക്കത്തില്ല എന്ന്, ഇനി നിങ്ങൾ കാണത്തില്ല എന്ന്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന്, ഇനി അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല എന്ന് മനുഷ്യന് പിശാച് വെല്ലുവിളിച്ച അതേ സ്ഥാനത്ത് എൻ്റെ ദൈവം കൊണ്ടുവന്ന് ഇരുത്തും. ആ സന്തോഷങ്ങളിൽ എൻ്റെ ദൈവം കൊണ്ടുവന്ന് ഇരുത്തും. ആ പേരുള്ള, പെരുമയുള്ള സ്ഥാനത്ത്, പൊസിഷനിൽ, എനിക്കറിയത്തില്ല, ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട്
അവൻ വല്ലാതെ ഭാരത്തിലായിരിക്കും. സ്ഥാനങ്ങൾ, ചില പൊസിഷൻസ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയോ. കർത്താവ് ആ സ്ഥാനത്തേക്ക് നിന്നെ തിരികെ കൊണ്ടു ചെന്ന് ഇരുത്തുവാൻ പോകുക. ഓ റാഥാലമാഷേഖനെ, യെസ്, ആ സ്ഥാനങ്ങളെ കർത്താവ് തിരികെ നൽകുവാൻ പോകുന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നഷ്ടപ്പെടൽ എപ്പോഴും ഒരു വേദനയാണ്. അത് മുഖാന്തരം അനുഭവിക്കുന്ന ടെൻഷനുണ്ട്. തിരികെ എത്തിയാലും അപ്പോൾ ദൈവം വെറുതെ അത് തിരികെ തരിക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ആ നഷ്ടപ്പെടലിൻ്റെ സമയത്ത് നീ അനുഭവിച്ച സങ്കടങ്ങളുണ്ടല്ലോ, നിരാശ, അവഗണന, മാറ്റി നിർത്തപ്പെടൽ. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അല്പം കെറുക്കാണെന്ന് കരുതിക്കൊണ്ട അത് വട്ടെ, ഒരു ഭക്തനുള്ള വട്ട. ആമേൻ. ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ചിലതൊക്കെ വരുമ്പോഴാണ് ചില മനുഷ്യരെ നമ്മൾ ശരിക്കും അറിയുന്നത്. അത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ചില പിശാച് ബാധിച്ചതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാലത്തും രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. കൂടെ നിന്നു. ആമേൻ. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ദിവസത്തെ മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കണ്ടറിഞ്ഞ് കെട്ടുന്ന കെട്ടുകൾ, അതിങ്ങനെയുള്ള ജാതികളാണ്. ആമേൻ. ജാതികൾ എന്ന് പറയുമ്പോൾ വേറെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പോയത് പിശാചിൻ്റെ മക്കളെ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു. ആമേൻ. അപ്പോൾ ചില വിഷയങ്ങളുണ്ടാകുമ്പോഴാണ് ചിലതിൻ്റെയൊക്കെ തനി നിറം പുറത്തു വരുന്നത്. സ്തോത്രം. ഭയങ്കര സ്നേഹമായിട്ടൊക്കെ ഇരിക്കും. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒഴിവാക്കി, ഉപദ്രവിക്കാവുന്നിടത്തോളം ഉപദ്രവിച്ചു, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് തകർക്കാൻ നോക്കി, അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഒത്തിരി പേർ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നവർ, അവരെയൊക്കെ പലതും പറഞ്ഞ് ഓടിക്കുവാനൊക്കെ നോക്കി, എന്തൊക്കെ ചെയ്തിട്ട് വിജയിക്കുന്നില്ല. അപ്പോൾ പലരും ഇങ്ങനെ മനസ്സ് മാറി പതുക്കെ ഞങ്ങളോട് ഇങ്ങനെ കൂടെ നിൽക്കും. ആമേൻ. നിന്നു കുറേ ദിവസമായിട്ട്. ആമേൻ. അപ്പോൾ വിജി ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവർക്കൊക്കെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഞാൻ പറയും ശരിക്കും മാറിയതും തന്നെ, അല്ലെങ്കിൽ യൂദാസുമാരൊക്കെ മാറുമെന്നേ, യേശുവിന് പോലും പിടിയില്ലാത്ത കാര്യം. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ആ സംഭവം വന്നപ്പോഴാണ് ഞങ്ങളെ ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടായി. ആ സംഭവം വന്നപ്പോഴാണ് ഇവരുടെയൊക്കെ തനിക്കുണം പുറത്ത് വന്നത്. അത് തന്നെ തനിക്കുണം. നീ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ തനിക്കുണം പുറത്ത് വരത്തുള്ളൂ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അപ്പം നോക്കിയേ, അങ്ങനെ ആ സങ്കടപ്പെടേണ്ട അവസ്ഥ, നിരാശപ്പെടേണ്ട അവസ്ഥ, വേദനപ്പെടേണ്ട അവസ്ഥ അത് വന്നുപോയി. അപ്പോൾ അതിനെന്താണ് ദൈവം പ്രതിഫലം തരുവാനായിട്ട് പോകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിനക്ക് ആ ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, അതേ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സങ്കടം നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്നെ തിരികെ കൊണ്ടുവരുന്നത് നീ ഇറങ്ങിപ്പോയതുപോലെ ആയിരിക്കത്തില്ല, സ്ഥാനമാനങ്ങൾ നൽകി, ഓ സ്തോത്രം, ഉയർന്ന സ്ഥാനം നൽകി എൻ്റെ ദൈവം നിന്നെ തിരികെ കൊണ്ടുവരും. അതെന്തിനെന്നോ ചോദിക്കേ, ഇനിയും ചിലർക്ക് വലിച്ചു പറിച്ച് എടുത്ത് കളയാൻ പറ്റാതിരിക്കുവാൻ. ഓ റാഥാല മാഷേഖനെ, സ്തോത്രം. ഇന്നലകളെക്കാൾ നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം നൽകി ദൈവം നിന്നെ തിരികെ കൊണ്ടുവരും. ഡിവോഴ്സൊന്നും ആകത്തില്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട, കോണ്ടാക്ട് ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാവുന്നേ. ആമേൻ. മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ചില സ്ഥാനങ്ങൾ നൽകി അവരെ ചില ഇടങ്ങളിൽ കർത്താവ് നിർത്തും. പലർക്കും അവരെ ഒഴിവാക്കുവാൻ കഴിയാത്ത വിധത്തിൽ. ശുശ്രൂഷക ചില പൊസിഷൻസ് നൽകി, ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്ന പൊസിഷൻ, ദേശത്തിലെ പ്രൊഫറ്റ് എന്ന പൊസിഷൻ നൽകി എൻ്റെ ദൈവം നിന്നെ നിർത്തുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങാം. ആമേൻ. ഈ വ്യക്തി മോർദെഖായിയാണ് കേട്ടോ. മോർദെഖായിക്ക് ദൈവം സ്ഥാനമാനങ്ങൾ നൽകി. എന്തുകൊണ്ടാണ്? അവൻ നഷ്ടപ്പെട്ടവനായി മാറിയ ഒരു സമയം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതുകൊണ്ട്. ഒരു സീസൺ നിങ്ങൾ നഷ്ടപ്പെട്ടവരായി, നിങ്ങൾ ഒഴിവാക്കപ്പെട്ടവരായി, മാറ്റി നിർത്തപ്പെട്ടവരായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിന് പകരം ദൈവം അതിലും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ നൽകി നിങ്ങളെ മാനിക്കും. തീർന്നില്ല, ഇതെന്നും ഇങ്ങനെ തുടർന്നാൽ പറ്റത്തില്ലല്ലോ. ഇവൻ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകേണ്ടി വന്നത്? പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്തുകൊണ്ടാണ് നഷ്ടം വരുന്നത്. നഷ്ടം വരുന്നുണ്ടെങ്കിൽ പിന്നിൽ ഒരുത്തനുണ്ട്. ഇവിടെ ആ പിന്നിലുള്ളവൻ്റെ പേര് ഹാമാൻ എന്നാണ്. ഹാമാൻ്റെ പ്രശ്നം, മൊർദെഖായിയോട് ഹാമാന് കോപം വന്നു, ഭയങ്കരമായ കോപം. ഇവനങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. കോപിച്ച് അവൻ ഒടുങ്ങിപ്പോയി. പലപ്പോഴും നിങ്ങളുടെ പിന്നിൽ സ്നേഹത്തോടെ നിൽക്കുന്ന പലരും തന്നെ നിങ്ങളുടെ ചില പൊസിഷൻസ്, നിങ്ങളുടെ ചില മനോഭാവങ്ങളൊക്കെ ചിലർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകും. ഈ മൊർദെഖായിയുടെ പ്രശ്നം, ഹാമാനെ കാണുമ്പോൾ മൊർദെഖായി എഴുന്നേറ്റ് നിന്ന് കുമ്പിടത്തില്ല. ആമേൻ, സ്തോത്രം. അപ്പോൾ അതാണ് പലർക്കും പ്രശ്നം, അതാണ്. ഇവരുടെ ഒന്നും കാൽച്ചുവട്ടിൽ നമ്മൾ പോയി കിടക്കുന്നില്ല.
അതാണ് പലരുടെ വിഷയം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, പലരുടെ വിഷയം അതാണ്. നിൻ്റെ പ്രശ്നം അതാണ് സഹോദരി. നീ പലരുടെയും കാൽച്ചുവട്ടിൽ പോയി കിടക്കുന്നില്ല, അവർ പറയുന്നത് കേട്ട്. നോ, അവരുടെ തുപ്പൽ കോളാമ്പി അങ്ങനെയല്ലേ പണ്ട് കാലത്ത് ഈ മുറുക്കുന്ന സമയം, ഒരു ശീലമായിരുന്ന സമയത്ത് ഈ കോളാമ്പിയുണ്ട്, അല്ലെങ്കിൽ എന്തായാലും അതിനെ പറയുന്നത്, ഈ തുപ്പി വെച്ചിട്ട് കൊണ്ട് കളയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പലരും വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെ ആകണമെന്ന്. അവർ ചവച്ച് തുപ്പുന്നതിനെ വായു തുറന്ന് വാങ്ങുന്ന നീ അങ്ങനെ നിനക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ സഹോദരി. അതുകൊണ്ടാ കോപം. അവർ ചവച്ചിട്ട് തുപ്പിത്തരുന്നത് നിൻ്റെ വായിലില്ലാത്തതുകൊണ്ടാ കോപം സഹോദര. അവരുടെ ഇഷ്ടം പോലെ, അവരുടെ ആഗ്രഹം പോലെ നീ അങ്ങനെ നിന്നു കൊടുക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഫലം എന്താ? അവൻ 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ഹാമാനെ കഴുമരത്തേക്ക് ഏറ്റി. ഓ സ്തോത്രം. ചിലതിനൊക്കെ കർത്താവ് അങ്ങ് മാറ്റും. നിൻ്റെ സ്ഥാനം ഇനി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി റെഡിയാണോ? ആ സ്ഥാനത്തിൽ തന്നെ തുടരുവാൻ പ്രാർത്ഥനയോടെ, വെറും പ്രാർത്ഥനയല്ല, നിരന്തരമായ പ്രാർത്ഥനയോടെ. പലർക്കും പറ്റുന്നത്, പലരും പ്രാപിക്കുന്നുണ്ട്, പക്ഷേ തുടർമാനമായി അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. കാരണം നിരന്തരമായ പ്രാർത്ഥനയാണ് തുടർമാനമായിട്ടുള്ള ദൈവിക വിടുതലിൻ്റെ അടിസ്ഥാനം. തുടർമാനമായുള്ള പ്രാർത്ഥന, ശക്തിയേറിയ കൂട്ടായ്മ. പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം, ശക്തിയേറിയ കൂട്ടായ്മ, ഒപ്പം ഉപവാസം. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇவ்விധത്തിൽ തിരികെ വരുവാൻ, പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ, ആ പൊസിഷൻ നഷ്ടമാകാതിരിക്കുവാൻ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വചന സന്ദേശം ലൈവായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. വെള്ളിയാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട്, ലൈവും ഉണ്ട്. ഞായറാഴ്ചയും സഭയുടെ മീറ്റിംഗ് ഉണ്ട്, സഭാരാധന രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്ന ബ്ലെസ്സിങ് ആയിരിക്കും. കാരണം വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പൊസിഷൻ, ആ സ്ഥാനം ഇവർക്ക് തിരികെ ലഭിക്കട്ടെ, ആ തൊഴിൽ ഇവർക്ക് തിരികെ ലഭിക്കട്ടെ. എന്തൊക്കെ മനുഷ്യനും പിശാചും ഇന്നലകളിൽ ഇവരിൽ നിന്ന് കവർന്നെടുത്തോ സകലത്തെയും തിരികെ നൽകി സ്വർഗ്ഗമങ്ങ് മാനിക്കണം. ഇവരുടെ ആരോഗ്യത്തെ തിരികെ നൽകണം. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. ഇവരുടെ അസ്ഥിമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഷബാറി ധലമാഷേഖന് ഉറക്കമില്ലായ്മകൾ മാറട്ടെ, ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങളിൽ ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. പഴയ ആ മാന്യതയുള്ള അനുഭവം ഇവർക്ക് തിരികെ നൽകട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. തലമുറകളെ മാതാപിതാക്കൾ നകറ്റിക്കളയുന്ന എല്ലാ വെല്ലുവിളികളും, എല്ലാ പൈശാചിക വ്യാപാരങ്ങളും തകർന്നു മാറട്ടെ. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ. ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകി മാനിക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. നന്മകളെ അപകരിച്ച് ഇവരെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ഈ മെസ്സേജ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി പേർക്ക് അതൊരു അനുഗ്രഹമാവും. എന്നാൽ ശരി, പ്രാർത്ഥനയോടെ ഒപ്പമുണ്ട്. കോൺടാക്ട് ചെയ്തോ, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.